ക്രിസ്തു പഴയ നിയമത്തിൽ എന്ന ഈ പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്തുകൊണ്ടാണ് പാപരഹിതനായ ക്രിസ്തുവിനെ ക്രൂശിൽ തറച്ചതും പകരം പാപിയായ ബറാബാസിനെ സ്വതന്ത്രനാക്കിയത്. ലോകചരിത്രത്തിൽ തന്നെ ഏറ്റവും ശക്തമായ നിമിഷങ്ങളിലൊന്നിൽ കുറ്റക്കാരനായ ഒരു മനുഷ്യൻ സ്വതന്ത്രനായി നടക്കുന്നു. നിരപരാധിയായ ഒരു മനുഷ്യൻ അവന്റെ സ്ഥാനം ഏറ്റെടുക്കുന്നു. എന്തുകൊണ്ടാണ് പെസഹ ദിനത്തിൽ പുരുഷാരം പിലാത്തോസിന്റെ മുന്നിൽ നിരപരാധിയായ യേശുവിന് പകരം കൊലക്കുറ്റത്തിന് വിധിക്കപ്പെട്ട ബറാബാസ് എന്ന കുറ്റവാളിയെ വിടുവിക്കുവാൻ ആവശ്യപ്പെട്ടതും ആക്രോശിച്ചതും? ഒറ്റനോട്ടത്തിൽ നമുക്ക് അന്നത്തെ ആചാരപ്രകാരം ഉത്സവം തോറും യഹൂദർ ആവശ്യപ്പെടുന്ന ഒരു തടവുകാരനെ വിടുവിക്കുക പതിവായിരുന്നു എന്നതിലൊതുക്കി ഈ വിഷയം അവസാനിപ്പിക്കാം. എന്നാൽ ഇവിടെ യേശുവിൻ്റെ ജനനത്തിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പഴയ നിയമത്തിൽ എഴുതി വച്ച ചില യാഗനിയമങ്ങൾ ക്രിസ്തുവിൽ നിവൃത്തിയാവുകയായിരുന്നു. അതാണ് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലെ 18-ാം അധ്യായത്തിലെ 38 വായിക്കാം. ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. ഇത് പിലാത്തോസ് അവിടെ കൂടി വന്ന യഹൂദന്മാരോട് യേശുവിനെക്കുറിച്ച് സംസാരിച്ച വാക്കുകളാണ്. എന്നാൽ ജനം പിലാത്തോസിന്റെ വാക്കുകൾ കേൾക്കാൻ തയ്യാറില്ലായിരുന്നു. പിലാത്തോസ് ആത്മാർത്ഥമായി യേശുവിനെ രക്ഷിക്കുവാൻ ശ്രമിച്ചു. യേശുവിന്റെ കാര്യത്തിൽ പിലാത്തോസ് ഇടപെടരുതെന്ന് പിലാത്തോസിന്റെ ഭാര്യയ്ക്ക് പോലും ദർശനമുണ്ടായി. മത്തായി 27:19. അവൻ ന്യായാസനത്തിലിരിക്കുമ്പോൾ അവന്റെ ഭാര്യ ആളയച്ചു, നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്, അവൻ നിമിത്തം ഞാൻ ഇന്ന് സ്വപ്നത്തിൽ വളരെ കഷ്ടം സഹിച്ചു എന്ന് പറയിച്ചു. ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിനു ശേഷം പിലാത്തോസും ഭാര്യയും ക്രിസ്ത്യാനികളായി എന്ന് ചരിത്രം പറയുന്നു. ചില കോപ്റ്റിക് ക്രിസ്തീയ സഭകൾ ഇവർ രണ്ടുപേരെയും വിശുദ്ധന്മാരുടെ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് കാണുവാൻ കഴിയും. മർക്കോസ് 15:6. അവർ ഉത്സവം തോറും അവർ ചോദിക്കുന്ന ഒരു തടവുകാരനെ അവർക്ക് വിട്ടുകൊടുക്ക പതിവായിരുന്നു. യേശു നിരപരാധി ആയിരുന്നുവെന്ന് പിലാത്തോസിന് അറിയാമായിരുന്നു. എങ്കിലും ജനങ്ങളുടെ ആരവവും ആക്രോശവും നിമിത്തം ഈ ആചാരത്തിനെ മുൻനിർത്തി യേശുവിനെ രക്ഷിക്കുവാൻ പിലാത്തോസ് ശ്രമിക്കുന്നു. മത്തായി 27:17. അവർ കൂടി വന്നപ്പോൾ പിലാത്തോസ് അവരോട്, ബറാബാസിനെയോ ക്രിസ്തു എന്ന് പറയുന്ന യേശുവിനെയോ ആരെ നിങ്ങൾക്ക് വിട്ടുതരേണം എന്ന് ചോദിച്ചു. ഇവിടെ പിലാത്തോസ് യഹൂദന്മാരോട് 2 പേരുകൾ നൽകുന്നു. ഇവരിൽ അക്കാലത്തെ ആചാരപ്രകാരം ഒരാളെ വിടുവിക്കുവാൻ പിലാത്തോസിന് അധികാരമുണ്ട്. അതിനാൽ പുരുഷാരത്തോട് തന്നെ ഒരാളെ തിരഞ്ഞെടുക്കുവാൻ ആവശ്യപ്പെടുന്നു. പിലാത്തോസിനോടുള്ള അവരുടെ മറുപടി വായിക്കാം. ലൂക്കോസ് 23:21. അവരോ അവനെ ക്രൂശിക്ക ക്രൂശിക്ക എന്ന് എതിരെ നിലവിളിച്ചു. ഒരാഴ്ച മുമ്പ് ഹോശാന പാടിയ അതേ പുരുഷാരം ഇപ്പോൾ ക്രൂശിക്കുവാൻ ആവശ്യപ്പെടുന്നു. പിലാത്തോസ് 3 പ്രാവശ്യം അവിടെ കൂടി വന്ന പുരുഷാരത്തോട് ചോദിക്കുന്നത് കാണാം, ഈ മനുഷ്യൻ എന്ത് ദോഷമാണ് ചെയ്തതെന്ന്. എന്നാൽ വേദപുസ്തകം പറയുന്ന പോലെ ആരവം അധികമാകുന്നതല്ലാതെ യേശുവിനെ രക്ഷപ്പെടുത്തുവാനുള്ള പിലാത്തോസിന്റെ ശ്രമം അവരാരും ചെവിക്കൊണ്ടില്ല. അവർക്ക് പള്ളിയും പള്ളിപ്രമാണിമാരും ആചാരങ്ങളും മതിയായിരുന്നു. ഇന്നത്തെ സ്ഥിതിയും അതിൽ നിന്നും ഒട്ടും വിഭിന്നമല്ല. നീതിമാനായ ഒരു മനുഷ്യനെ രക്ഷിക്കുവാൻ സാധിച്ചില്ലല്ലോ എന്ന് കണ്ട് പുരുഷാരം കാൺകെ പിലാത്തോസ് കൈകഴുകി പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല. മത്തായി 27:24. ആരവം അധികമാകുന്നതല്ലാതെ ഒന്നും സാധിക്കുന്നില്ല എന്ന് പിലാത്തോസ് കണ്ടിട്ട് വെള്ളം എടുത്ത് പുരുഷാരം കാൺകെ കൈ കഴുകി, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല. യേശുവിൻ്റെ ജനനത്തിനു മുന്നേ യേശുവിൻ്റെ മരണം രേഖപ്പെടുത്തിയ ന്യായപ്രമാണം നിവൃത്തിയായല്ലേ പറ്റൂ. ഇനി നമുക്ക് ബറാബാസ് ആരാണെന്നും അയാളുടെ യഥാർത്ഥ പേരും ആ പേരിൻ്റെ അർത്ഥവും നോക്കാം. ബറാബാസിന്റെ പേര് ബറാബാസ് എന്ന് മാത്രമല്ലായിരുന്നു, യേശു ബറാബാസ് എന്നായിരുന്നു. യേശു എന്ന പേര് വേദപുസ്തകത്തിൽ നിരവധി വ്യക്തികൾക്ക് ഉള്ളതായി കാണപ്പെടുന്നു. പഴയ നിയമത്തിൽ പോലും യേശു എന്ന വാക്കിന് പകരമായ ഹെബ്രായ ഭാഷയിലെ യശുവ അല്ലെങ്കിൽ യഹോഷുവ നാമം 10ഓളം വാക്യങ്ങളിൽ കാണപ്പെടുന്നു. വിവർത്തനങ്ങളും നിർവചനങ്ങളും അടിസ്ഥാനപ്പെടുത്തിയുള്ള കണക്കുകൾ വ്യത്യാസപ്പെടുമ്പോഴും പുതിയ നിയമത്തിൽ മാത്രം 2-3 വ്യക്തികൾക്കെങ്കിലും യേശു എന്ന പേരുണ്ടായിരുന്നുവെന്ന് പൊതുവെ അംഗീകരിക്കപ്പെടും. വേദപുസ്തകത്തിന്റെ NIV വേർഷനിലും
ചില ഗ്രീക്ക് തർജ്ജമകളിലും ഈ വചനം ഇങ്ങനെയാണ്. മത്തായി 27:17. അവർ കൂടി വന്നപ്പോൾ പിലാത്തോസ് അവരോട്, യേശു എന്നു പറയുന്ന ബറാബാസിനെയോ ക്രിസ്തു എന്നു പറയുന്ന യേശുവിനെയോ ആരെ നിങ്ങൾക്ക് വിട്ടുതരേണം എന്ന് ചോദിച്ചു. ഇനി ബറാബാസിനെ തടവിലിടാനുള്ള കാരണം നോക്കാം. ലൂക്കോസ് 23:19. അവനോ നഗരത്തിൽ ഉണ്ടായ കലഹവും കൊലയും ഹേതുവായി തടവിലായവൻ ആയിരുന്നു. ഈ ബറാബാസ് എന്ന പേരിന്റെ അർത്ഥം എന്താണെന്ന് കൂടി നോക്കാം. ബറാബാസിലെ ബർ എന്ന വാക്കിനർത്ഥം അരാമ്യ ഭാഷയിൽ മകൻ എന്നാണ്. ബറാബാസിലെ അബ്ബ എന്നതിന് പിതാവ് എന്നാണ് അർത്ഥം. അങ്ങനെ പിതാവിന്റെ മകൻ എന്നർത്ഥമാണ് ബറാബാസ് എന്ന പേരിനുള്ളത്. പിലാത്തോസ് ഇവിടെ 2 പിതാക്കന്മാരുടെ മക്കളെക്കുറിച്ച് പറയുന്നു. ഒന്ന് പിതാവാം ദൈവത്തിന്റെ പുത്രനായ യേശുവും മറ്റൊന്ന് ഒരു ജഡികനായ പിതാവിന്റെ മകനായ ബറാബാസും. ഈ പദങ്ങൾ വരുന്ന 2 വചനങ്ങൾ കൂടി വായിക്കാം. മത്തായി 16:17. യേശു അവനോട്, ബർ യോനാ ശിമോനെ, നീ ഭാഗ്യവാൻ. ഇവിടെ യേശു പത്രോസിനെ യോനായുടെ മകനായ ഷിമോനെ എന്ന് വിളിക്കുന്നു. ബറാബാസ് എന്ന പദത്തിലെ അബ്ബ എന്ന ഭാഗം വരുന്ന വചനം നോക്കാം. മർക്കോസ് 14:36. അബ്ബാ പിതാവേ, നിനക്ക് എല്ലാം കഴിയും. ഈ വചനം യേശുക്രിസ്തു പിതാവിനോട് സംസാരിക്കുന്ന ഭാഗമാണ്. ഇതേ പദം റോമർ 8:15 ഗലാത്യർ 4:6 കാണാം. ഈ പദവും അരാമ്യ ഭാഷയിലേതാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലെ ഒരു വചനം വായിക്കാം. ലൂക്കോസ് 23:21. അവരോ അവനെ ക്രൂശിക്ക എന്ന് എതിരെ നിലവിളിച്ചു. ഒറ്റനോട്ടത്തിൽ യേശു മരിച്ചവരെ ഉയിർപ്പിക്കുന്നത് കണ്ട അതേ യഹൂദർ യേശുവിനെ ക്രൂശിക്കുവാൻ ആവശ്യപ്പെട്ടത് ഒരു ദാരുണമായ സംഭവമാണെങ്കിലും ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ യേശുവിന്റെ ജനനത്തിനു മുന്നേ ദൈവത്തിന്റെ വീണ്ടെടുപ്പിൻ പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചിരുന്ന സംഭവമായിരുന്നു. ഇത് തെളിയിക്കുവാൻ അനേകം വചനങ്ങൾ ഉണ്ടെങ്കിലും ഒരു വചനം മാത്രം നോക്കാം. സങ്കീർത്തനങ്ങൾ 22:18 വായിക്കാം. എന്റെ വസ്ത്രം അവർ പകുത്തെടുത്തു, എന്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു. ഈ സങ്കീർത്തനം യേശുക്രിസ്തുവിന് ജനനത്തിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ എഴുതപ്പെട്ടിട്ടുള്ള സങ്കീർത്തനമാണ്. ഇവിടെ ക്രിസ്തു ദാവീദിൽ കൂടി സംസാരിക്കുകയായിരുന്നു. ഇതാണ് യേശുവിന്റെ ക്രൂശുമരണ സമയത്ത് നിറവേറിയതും. യോഹന്നാൻ 19:24 വായിക്കാം. ഇത് കീറരുത്, ആർക്ക് വരും എന്ന് ചീട്ടിടുക എന്ന് അവർ തമ്മിൽ പറഞ്ഞു. എന്റെ വസ്ത്രം അവർ പകുത്തെടുത്തു, എന്റെ അങ്കിക്കായി ചീട്ടിട്ടു എന്നുള്ള തിരുവെഴുത്തിന് ഇതിനാൽ നിവൃത്തി വന്നു. ബറാബാസ് ക്രൂശിന് അർഹനായിരുന്നിട്ടും വിടുവിക്കപ്പെട്ടു. ക്രിസ്തു സ്വതന്ത്രനാകുവാൻ അർഹനായിരുന്നിട്ടും ക്രൂശിക്കപ്പെട്ടു. യേശു കാൽവരിയിലേക്ക് നടക്കുമ്പോൾ ബറാബാസ് തടവറയിൽ നിന്നും സ്വതന്ത്രനായി പുറത്തേക്ക് നടക്കുകയായിരുന്നു. നിരപരാധിയായ യേശു ക്രൂശിലേറ്റപ്പെട്ടത് ബറാബാസ് ഉൾപ്പെടെയുള്ള പാപികളായ നമുക്ക് സ്വാതന്ത്ര്യം നൽകുവാനായതും. ഒറ്റവാക്യത്തിൽ പറഞ്ഞാൽ ഇതാണ് സുവിശേഷം. ഈ സംഭവം എങ്ങനെ പഴയ നിയമവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്ന് നോക്കാം. ലേവ്യ പുസ്തകത്തിന്റെ 16 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അവൻ ആ 2 കോലാട്ടുകൊറ്റനെ കൊണ്ടുവന്ന് സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ യഹോവയുടെ സന്നിധിയിൽ നിർത്തേണം. പിന്നെ അഹരോൻ യഹോവയ്ക്ക് എന്ന് ഒരു ചീട്ടും അസസേലിന് എന്ന് മറ്റൊരു ചീട്ടും, ഇങ്ങനെ 2 കോലാട്ടുകൊറ്റനും ചീട്ടിടേണം. യഹോവയ്ക്ക് ചീട്ട് വീണ കോലാട്ടുകൊറ്റനെ അഹരോൻ കൊണ്ടുവന്ന് പാപയാഗമായി അർപ്പിക്കണം. ഇനി ലേവ്യ പുസ്തകം 16:21 വായിക്കാം. ജീവനോടിരിക്കുന്ന കോലാട്ടുകൊറ്റന്റെ തലയിൽ അഹരോൻ കൈ 2 വെച്ച് ഇസ്രായേൽ മക്കളുടെ എല്ലാ കുറ്റങ്ങളും സകല പാപങ്ങളുമായ ലംഘനങ്ങളൊക്കെയും ഏറ്റുപറഞ്ഞ് കോലാട്ടുകൊറ്റന്റെ തലയിൽ ചുമത്തി നിയമിക്കപ്പെട്ട ഒരു ആളുടെ കൈവശം അതിനെ മരുഭൂമിയിലേക്ക് അയക്കണം. കോലാട്ടുകൊറ്റൻ അവരുടെ കുറ്റങ്ങളെ ഒക്കെയും ശൂന്യപ്രദേശത്തേക്ക് ചുമന്നുകൊണ്ടു പോകണം. ലേവ്യ പുസ്തകത്തിൽ 16 കാണുന്ന 2 കോലാട്ടുകൊറ്റന്റെയും അതിനോട് ബന്ധപ്പെടുത്തിയുള്ള യേശുവിന്റെ ക്രൂശീകരണവും ബറാബാസിന് ലഭിച്ച സ്വാതന്ത്ര്യത്തെയും പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നു. അവയിൽ ചിലത് നമുക്ക് പരിശോധിക്കാം. ആദ്യം ലേവ്യ പുസ്തകം 16 8 പറയുന്ന അസസേൽ ആരാണ്, എന്താണ് അതിനർത്ഥം എന്താണെന്ന് കൂടി നോക്കാം. അസസേൽ എന്ന പദത്തിനർത്ഥം
മലയാള പരിഭാഷകളിൽ വ്യക്തമല്ലെങ്കിലും ഇംഗ്ലീഷിൽ ഈ കോലാട്ടുകൊറ്റനെ സ്കേപ്പ് ഗോട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പദത്തിനർത്ഥം അന്യന്റെ തെറ്റിനു വേണ്ടി കുറ്റം ചുമത്തപ്പെട്ടവൻ എന്നാണ്. ഇതാണ് ഏറ്റവും അനുയോജ്യമായ പദം ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ലേവ്യ പുസ്തകം 16:21 പ്രകാരം സർവ്വജനത്തിന്റെയും പാപം ഈ ആടിനുമേൽ ചുമത്തിയിട്ടാണല്ലോ മരുഭൂമിയിലേക്ക് വിടുന്നത്. ലേവ്യ പുസ്തകത്തിലെ 16-ാം അധ്യായത്തിൽ 2 കോലാട്ടുകൊറ്റന്മാരെ നാം കാണുന്നു. ഒരു കോലാട്ടുകൊറ്റൻ ജനത്തിനു വേണ്ടി യാഗമർപ്പിക്കപ്പെടുന്നു. മറ്റൊരു കോലാട്ടുകൊറ്റൻ ജനങ്ങളുടെ പാപങ്ങൾ വഹിച്ചുകൊണ്ട് മരുഭൂമിയിലേക്ക് നടന്നു നീങ്ങുന്നു. പഴയ നിയമത്തിൽ 2 കോലാട്ടുകൊറ്റന്മാർ കാണപ്പെട്ടതുപോലെ പുതിയ നിയമത്തിലും പെസഹ നാളിൽ ഒരേ പേരുള്ള 2 വ്യക്തികളെ നാം കാണുന്നു. ഒരാളെ യാഗമർപ്പിച്ചു, അയാളെ സ്വതന്ത്രനാക്കി വിടുന്നു. ലേവ്യ പുസ്തകപ്രകാരം അസസേലിനുള്ളത് അഥവാ ബലിയാട് ഒരിക്കലും ബറാബാസ് ആകാൻ വഴിയില്ല. കാരണം ജനങ്ങളുടെ പാപങ്ങൾ ബറാബാസ് വഹിച്ചിട്ടില്ല. മാത്രമല്ല, തന്റെ മോചനത്തിനു പോലും യേശുവിന്റെ ക്രൂശ് മരണം ആവശ്യമായിരുന്നു. അതിനാൽ അസസേലെന്ന കോലാട്ടുകൊറ്റൻ ബറാബാസ് അല്ല. യേശു നിർവഹിച്ച പാപപരിഹാര യാഗത്തിന്റെ 2 വശങ്ങളും കാണിക്കുവാൻ ലേവ്യ പുസ്തകപ്രകാരം ബറാബാസിനെ തിരഞ്ഞെടുത്തുവെന്നേയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ മക്കളുടെ മിസ്രയീമിൽ നിന്നുള്ള പുറപ്പാടിൽ യേശു വന്ന സംഹാരദൂതൻ ഒരേ സമയം ഇസ്രായേല്യർക്ക് പെസഹാ കുഞ്ഞാടിന്റെ രക്തത്താൽ രക്ഷകനും പകരക്കാരനും അതേസമയം മിസ്രയീമ്യർക്ക് സംഹാരകനുമായതുപോലെ ഇവിടെയും പാപപരിഹാരത്തിന്റെ 2 വശങ്ങളെയും നിവൃത്തീകരിക്കുന്നത് യേശു എന്ന ഒരു വ്യക്തിയാണ്. ലേവ്യ പുസ്തകത്തിൽ ജനങ്ങളുടെ പാപങ്ങൾ ചുമത്തി മരുഭൂമിയിൽ വിട്ട ആടിനെ സ്നാപക യോഹന്നാൻ വെളിപ്പെടുത്തിയത് നോക്കാം. യോഹന്നാൻ 1:29. പിറ്റന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ആദ്യത്തെ കോലാട്ടുകൊറ്റൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചതിന് സാദൃശ്യമാണ്. 2-ാമത്തെ ആട്ടുകൊറ്റൻ നമ്മുടെ പാപം ചുമന്നൊഴിച്ചതിന്റെ നിഴലാണ്. തിരുവെഴുത്തുകളിലെ യാഗനിയമങ്ങൾ ഇവിടെ യേശുവിൽ ജീവനുള്ള യാഥാർത്ഥ്യമായി തീരുന്നു. ഇതാണ് യേശു പറഞ്ഞത്, ന്യായപ്രമാണം എന്നിൽ നിവർത്തീകരിക്കുന്നു. മത്തായി 5:17. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. ലേവ്യ പുസ്തകത്തിൽ നാം കണ്ട 2 കോലാട്ടുകൊറ്റന്മാരുടെയും ദൗത്യം യേശു എന്ന വ്യക്തി ക്രൂശിൽ മരിച്ചപ്പോൾ നിവൃത്തിയായി. യോഹന്നാൻ 19:30 വായിക്കാം. യേശു പൊളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്നു പറഞ്ഞു തലചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. യഹൂദരുടെ ഇടയിൽ എഴുതപ്പെടാത്ത ഒരു ഐതിഹ്യമുണ്ടെന്ന് പറയപ്പെടുന്നു. മറ്റു 2 കള്ളന്മാരെപ്പോലെ ബറാബാസിനും റോമൻ അധികാരികൾ കുരിശു തയ്യാറാക്കി വച്ചിരുന്നു. എന്നാൽ തടവറയിൽ നിന്നും പടയാളികൾ നിശ്ചിത സമയത്ത് വന്ന് താൻ ചുമക്കേണ്ട ക്രൂശ് നൽകുന്നതിന് പകരം അവർ ബറാബാസിനെ സ്വതന്ത്രനാക്കി. ബറാബാസ് വിശ്വസിക്കാനാകാതെ സ്തംഭിച്ചു നിൽക്കുമ്പോൾ പടയാളികളിലൊരാൾ അവനോട് പറഞ്ഞു, നിനക്ക് പകരം യേശുവെന്ന ഒരാൾ നിന്റെ ക്രൂശുമേന്തി കാൽവരിയിലേക്ക് യാത്രയായി. അവൻ അലറി വിളിച്ചുകൊണ്ട് കാൽവരിയിലേക്ക് ഓടി. എന്നാൽ അവിടെ എത്തുമ്പോഴേക്കും യേശു അവന്റെ പാപവും വഹിച്ചുകൊണ്ട് തന്റെ പ്രാണൻ വിട്ടിരുന്നു. അവൻ യേശുവിന്റെ പാദം ചുംബിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു. തുടർന്ന് ഒരു ക്രിസ്തുഭക്തനായി തന്റെ ശേഷിച്ച കാലം ജീവിച്ചു മരിച്ചു എന്നാണ് ഐതിഹ്യം. ഇത് വെറുമൊരു ചരിത്രമല്ല, ഇത് നമ്മുടെ കഥയാണ്. ബറാബാസ് തടവറയിൽ നിന്നും മോചിതനായപ്പോൾ മനുഷ്യവർഗം അവനോടൊപ്പം മോചിതരായി. അതിനു കാരണം യെശയ്യാവ് 53:5 വായിക്കാം. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. കളങ്കമില്ലാത്ത കുഞ്ഞാടിന്റെ രക്തം പെസഹ നാളിൽ കട്ടളക്കാലിൽ പുരട്ടിയപ്പോൾ ഇസ്രായേല്യർ രക്ഷപ്പെട്ടതുപോലെ ഇവിടെ നിഷ്കളങ്കനായ ക്രിസ്തുവിന്റെ രക്തത്താൽ ബറാബാസ് സ്വതന്ത്രനായി. നാം ഓരോരുത്തരും ബറാബാസുമാരാണ്. ശിക്ഷാഭീതി അർഹിക്കുന്ന നമുക്കായി യേശു നമ്മുടെ സ്ഥാനം ഏറ്റെടുത്തതിനാൽ നാം ബറാബാസിനെപ്പോലെ സ്വതന്ത്രരായി. കാൽവരിയിൽ നിന്നും ബറാബാസ് മറ്റൊരു ജോലി അന്വേഷിച്ചു പോയില്ല. തന്റെ
രക്ഷകനായ ക്രിസ്തുവിന്റെ സാക്ഷിയാകുവാൻ തീരുമാനിച്ചു. യേശുവിനോടൊപ്പം നിൽക്കുന്നത് ഭാഗ്യമായി ബറാബാസ് കണ്ടു. എന്നാൽ നാം ക്രിസ്തുവിന്റെ സാക്ഷികൾ ആകുന്നത് അന്തസ്സിനു ചേരാത്തതായി കാണുന്നു. കുഷ്ഠം പിടിച്ച നമ്മുടെ പദവിയുടെയും പാരമ്പര്യങ്ങളുടെയും പഴഞ്ചൻ പല്ലവികൾ മാറ്റിവെച്ച് യേശുവിന്റെ മഹത്വത്തിനായി പ്രവർത്തിക്കാം.